ഫിനാൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മെയിൻലി വരുന്ന ഒരു ചോദ്യമാണ് ക്യാരി ഫോർവേഡ് അൺക്ലിയർഡ് ചെക്സ് എന്ന് പറയുന്നൊരു ചോദ്യം. പലപ്പോഴും ഇത് ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. എന്താണ് ഈ ക്യാരി ഫോർവേഡ് അൺക്ലിയർഡ് ചെക്സ്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ചെക്കുകൾ ബാങ്കിൽ വന്നതിന് ശേഷം നിങ്ങൾ സിസ്റ്റത്തിൽ ബാങ്ക് റിക്കൺസിലേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് പാസ്സാവുന്ന ചെക്കുകൾ പാസ്സാക്കി വിടുകയും പാസ്സാവാത്ത ഹോൾഡ് ചെയ്യുകയും ചെയ്യുകയും വർഷം അവസാനമാകുമ്പോൾ പാസ്സാകാത്ത ചെക്കുകളെല്ലാം തൊട്ടടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണമെങ്കിലാണ് ഈ ക്യാരി ഫോർവേഡ് അൺക്ലിയർഡ് ചെക്സ് എന്ന് പറയുന്നത്. ഇവിടെ കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ, ഭൂരിപക്ഷം ആൾക്കാരും അവരുടെ ബാങ്ക് എൻട്രീസ് എന്ന് പറയുന്നത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ വന്നതിന് ശേഷം അത് വെച്ച് സിസ്റ്റത്തിലേക്ക് എൻട്രി ഇടുന്ന ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് റിക്കൺസിലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, ക്യാരി ഫോർവേഡ് അൺക്ലിയർഡ് ചെക്സ് ടിക്ക് ചെയ്യേണ്ട ആവശ്യവുമില്ല. പലവരും ഇത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാതെ പുതിയ ഫിനാൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാരി ഫോർവേഡ് അൺക്ലിയർഡ് ചെക്സ് ടിക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ബാങ്ക് റിക്കൺസിലേഷൻ ചെയ്യാത്ത ഒരാളാണെങ്കിൽ അവരുടെ 1-4 മുതൽ ഇട്ടിരിക്കുന്ന എല്ലാ ചെക്സും ആ സാമ്പത്തിക വർഷത്തിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് തൊട്ടടുത്ത സാമ്പത്തിക വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് ഇതൊരു ബുദ്ധിമുട്ടായി മാറുന്നത്. അപ്പോൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ബാങ്ക് റിക്കൺസിലേഷൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ അക്കൗണ്ട്സ് ചെയ്യുന്ന ആൾക്കാരുടെ ചോദിച്ച് ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ചെയ്യുന്ന ആൾക്കാർ ഉറപ്പുവരുത്തുക ഈ സ്ഥാപനം ബാങ്ക് റിക്കൺസിലേഷൻ ചെയ്യുന്നതാണോ അല്ലയോ എന്നുള്ളത്. ബാങ്ക് റിക്കൺസിലേഷൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ക്യാരി ഫോർവേഡ് അൺക്ലിയർഡ് ചെക്സ് ടിക്ക് ചെയ്ത് ഫിനാൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുക. ബാങ്ക് റിക്കൺസിലേഷൻ ചെയ്യാത്ത ഒരാളാണെങ്കിൽ ക്യാരി ഫോർവേഡ് അൺക്ലിയർഡ് ചെക്സ് ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ പ്രൊസീഡ് കൊടുത്താൽ മതി. അപ്പോൾ ഇതെങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സോഫ്റ്റ്വെയറിൽ അക്കൗണ്ട്സിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സിൽ നമ്മുടെ ബാങ്ക് റിക്കൺസിലേഷൻ എന്ന് പറയുന്ന ഒരു മെനു ഉണ്ട്. ഈ മെനു ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു വിൻഡോ ഓപ്പണായി വരും. ഇവിടെ സെലക്ട് ബാങ്ക് എടുക്കുമ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ബാങ്കുകളുടെയും ഡീറ്റെയിൽസ് ഇവിടെ ലിസ്റ്റ് ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈവൻ ബാങ്ക് റിക്കൺസിലേഷൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും ഈ പറയുന്ന അവരുടെ ബേസിക് ബാങ്ക്, അതായത് അവരുടെ മെയിൻ ബാങ്ക് മാത്രം അവർക്ക് റിക്കൺസിലേറ്റ് ഉണ്ടാവുക. മേ ബി അടുത്ത 2-3 ബാങ്കുകൾ ചിലപ്പോൾ വളരെ കുറച്ച് എൻട്രീസ് ഉള്ളെങ്കിൽ അത് റിക്കൺസിലേറ്റ് ഇല്ല എങ്കിൽ, ഈ ക്യാരി ഫോർവേഡ് അൺക്ലിയർഡ് ചെക്സ് കൊടുക്കുമ്പോൾ അത് റിക്കൺസിലേറ്റ് ഇല്ല എങ്കിൽ അതിൽ കിടക്കുന്ന റിക്കൺസിലേറ്റ് ചെയ്യാത്ത എൻട്രീസും തൊട്ടടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് കയറി വരും. അപ്പോൾ നിങ്ങൾ ബാങ്ക് റിക്കൺസിൽ ചെയ്യുമ്പോൾ 31/3/2026 മുമ്പേ തന്നെ എല്ലാ ബാങ്കുകളും പ്രോപ്പറായിട്ട് റിക്കൺസിൽ ചെയ്തോ എന്ന് ഉറപ്പുവരുത്തുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഇത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയതിന് ശേഷം എൻട്രി ഇടുന്ന ഒരാളെ സംബന്ധിച്ച് ഇതൊന്നും ബാധകമല്ല. ചെക്ക് കൊടുക്കുകയും കിട്ടുകയും ചെയ്യുമ്പോൾ തന്നെ എൻട്രി ഇടുകയും പിന്നീട് റിക്കൺസിൽ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇത് ബാധകമാവുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കുമല്ലോ. ഇത് നമ്മുടെ ഫിനാൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു കാര്യങ്ങളിൽ ഒന്നാണ്.